അങ്ങനെ ഇഞ്ഞയും ഉമ്മയും മക്കളൊക്കെ വന്ന സമയത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ 2 പലഹാരങ്ങളാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ചട്ടിപ്പത്തിരിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു തരിപ്പോളയും കേട്ടോ. അപ്പോൾ ഈ ചട്ടിപ്പത്തിരി മുറിക്കാൻ ഞാൻ വലിയമ്മച്ചിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടീസ് എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുമ്പോൾ ഇതൊരു കഷ്ണം കഴിക്കുന്നത് നല്ല ടേസ്റ്റാണല്ലോ. ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തായാലും പിന്നെ അതിന് കുറച്ചൊക്കെ കഴിഞ്ഞ സമയത്തും ഈ ഒരു പലഹാരം ഇല്ലാണ്ട് ഉമ്മയൊന്നും വരാറില്ല കേട്ടോ. പുതിയങ്ങാടിക്കാർ ആര് വരുമ്പോഴും കൊണ്ടുവരുന്ന ഈ ഒരു ഐറ്റം ഭയങ്കര ഫേമസ് ആയിരുന്നു ഇവിടെ. നിശത്താത്ത എലത്തൂർ തന്നെ ആയതുകൊണ്ട് അവിടുന്ന് ആര് വരുമ്പോഴും ഈ ഒരു ഐറ്റമാണ് കൊണ്ടുവരാറ്. അങ്ങനെ ഇഷ്ടമായതാണ് ഇവിടെ എല്ലാവർക്കും. നിശാക്കാനോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ചട്ടിപ്പത്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്ത് ചെയ്യാൻ നാട്ടിലല്ലാലോ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിട്ട് ഇവർക്ക് ആ ഒരു വിഷമം വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വലിയമ്മച്ചിന് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയിൽ കട്ട് ചെയ്യുന്നതിനോട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞാനിതാ ഒരു പ്ലേറ്റ് നിറച്ചും ഇത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വലിയമ്മച്ചിക്ക് ഇത് ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വലിയമ്മച്ചിനോട് കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്.